രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയമാണ്, 5ാമത്തെ ദശകമാണ്, 1ാമത്തെ ശ്ലോകമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള 4 ദശകങ്ങളും പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം നാരായണീയം കൃത്യമായി ലഭിച്ചിരിക്കും. ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ പ്രണയം, രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. കേട്ടുകൊള്ളൂ പുണ്യം. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്സാണ്, അത് നിശ്ചയമായും കേൾക്കണം. മോക്ഷം വേണമെന്നുള്ളവർക്ക് എല്ലാ വെള്ളിയാഴ്ചയും ധർമ്മപദത്തിൻ്റെ ക്ലാസ് എടുക്കുന്നതാണ്. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ മതി. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ജ്യോതിഷം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. അതിനകത്ത് വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പം നമുക്ക് തുടങ്ങാം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ കേൾക്കണം. രാധാകവചം 2 ഉണ്ട്. ആ 2 രാധാകവചവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സും ഉണ്ട്, രണ്ടും ഉണ്ട്. ക്ലാസ്സും ഉണ്ട്. പ്രത്യേകം രാധാകവചം കൃഷ്ണപ്രിയ പാടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമം ഒരു പദമെങ്കിലും ജപിച്ചാൽ എന്ന വീഡിയോ കേൾക്കണേ. രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ കേൾക്കണേ. ഇതൊക്കെ പ്ലേലിസ്റ്റിനകത്തുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ഈ ശ്ലോകം പാടിത്തരുന്നത്
രാധാ കവചം പാടി നിങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായി മാറിയ ഒരാളുണ്ട്. നമ്മുടെ 2 രാധാകവചങ്ങളും പാടി രാധേ രാധേ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ, നമുക്ക് പ്രിയങ്കരിയായ, നിങ്ങൾക്ക് പ്രിയങ്കരിയായ, രാധാറാണിക്ക് പ്രിയങ്കരിയായ, കൃഷ്ണന് പ്രിയങ്കരിയായ സാക്ഷാൽ കൃഷ്ണപ്രിയ പാടുന്നത് കേട്ടുള്ളൂ. വ്യക്തമിതം ന കിഞ്ചിദഭവൽ പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തഥാമൃതഞ്ച സമഭൂനാഗ്നോ ന രാത്രേ സ്ഥിതിസ്തത്രൈകസ്ത്വമശിഷ്യധാ കില പരാനന്ദ പ്രകാശാത്മനാ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടിയത് കേട്ടല്ലോ. അപ്പൊ ഞാനത് പഠിപ്പിച്ചു തരാം. എന്തായാലും കൃഷ്ണപ്രിയ പാടി നല്ല ആസ്വദിച്ചിരിക്കുകയാണ് നിങ്ങൾ. ഞാൻ പാടി അതൊരിക്കലും വികൃതമാക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടേ, കാരണം കൃഷ്ണപ്രിയയുടെ കണക്കൊന്നും പാടാനുള്ള കഴിവ് എനിക്കില്ല. ശ്രദ്ധിച്ചു കേട്ടോണോ. വ്യക്ത അവ്യക്തമിതം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യ രുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുച്ഛ തദാമൃതം ച സമഭുന്നോഗ്നോ ഭുന്നാഗ്നോ ന രാത്രേ സ്ഥിതിസ്ഥാ ത്രൈകസ്ത്വമശിഷ്യത കില പരാനന്ദ പ്രകാശാത്മനാ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ അർത്ഥം എഴുതിക്കൊള്ളൂ. വ്യക്ത അവ്യക്തമിത, വ്യക്ത അവ്യക്തമിത ചേർത്ത് വായിക്കുമ്പോൾ വ്യക്താവ്യക്തമിത. അർത്ഥം സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ പ്രപഞ്ചം. അതാണ് വ്യക്ത അവ്യക്തമിത എന്ന് പറഞ്ഞാൽ സ്ഥൂലം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്, സൂക്ഷ്മം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്. അപ്പൊ സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ പ്രപഞ്ചം കിഞ്ചിത ഭവത് എന്ന് പറഞ്ഞാൽ അല്പം പോലും ഉണ്ടായിരുന്നില്ല. കിഞ്ചിത ഭവത് അർത്ഥം അല്പം പോലും ഉണ്ടായിരുന്നില്ല. കിഞ്ചിത് അധികം അഭവത് എന്നാണ് പിരിച്ചെഴുതിയാൽ. പ്രാക് സമം പണ്ട്, പ്രാക് പണ്ട്. പ്രാകൃത പ്രക്ഷയേ അർത്ഥം പ്രാകൃത പ്രളയത്തിൽ. മായായാം മായയുടെ അർത്ഥം മായയുടെ. ഗുണസാമ്യ അർത്ഥം ഗുണസാമ്യത്താൽ. രുദ്ധ തടുക്കപ്പെട്ട. വികൃതൗ വികാരത്താൽ, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന വികൃതമല്ല, വികാരത്താൽ. ത്വയ്യ അങ്ങയിൽ. ഗതായാം പ്രാപിച്ചതായി തീർന്നപ്പോൾ. ലയം അർത്ഥം ലയത്തെ. ത്വയ്യാഗതായാം ലയം പിരിച്ചെഴുതുമ്പം ത്വയി ആഗതായാം അധികം ലയം. അർത്ഥം അങ്ങയിൽ ലയിച്ചു ചേർന്നപ്പോൾ. ത്വയ്യാഗതായാം ലയം അർത്ഥം അങ്ങയിൽ ലയിച്ച് ചേർന്നപ്പോൾ എന്നാണ് അർത്ഥം. നോ മൃത്യുച്ഛ, നോ മനസ്സിലല്ലേ, മൃത്യുച്ഛ അർത്ഥം മരണമില്ല. തഥാ അമൃതം ച തഥാ അതുപോലെ. അമൃതം ച മോക്ഷവുമില്ല. അമൃതത്തിന് ഇവിടുത്തെ അർത്ഥം മോക്ഷവുമില്ല. സമഭൂത് സംഭവിക്കുക.
ന സമഭൂത് സംഭവിച്ചില്ല. ആദ്യം നിങ്ങൾ എഴുതണം സമഭൂത്, സമ വിട്ടിട്ട് സംഭവിക്കുക. അതിൻ്റെ അടിയിൽ എഴുതണം ന സമഭൂത്, അർത്ഥം സംഭവിച്ചില്ല. ന നോ, ന അധികം അഹ്നം, ഓർമ്മയിൽ നമ്മൾ പഠിച്ചില്ല പകല്. ന നോ പകലില്ല. ന രാത്രേ രാത്രിയുമില്ല. മനസ്സിലായില്ലേ? സ്ഥിതി ന രാത്രേ സ്ഥിതി, സ്ഥിതി ചെയ്യുന്നില്ല. പകലുമില്ല രാത്രിയുമില്ല. തത്രൈക പിരിച്ചെഴുതുമ്പം തത്ര അധികം ഏക, അർത്ഥം അന്ന് ഏകനായി. തത്രൈക അന്ന് ഏകനായി. ത്വം അശിഷ്യത, ത്വം അശിഷ്യത ശേഷിച്ചിരുന്നു. നമ്മുടെ പ്രിന്റഡിനകത്ത് വരും, ബുക്കിനകത്ത് നിങ്ങൾക്ക് കിടക്കുന്നത് ത്വം അശിഷ്യത. പിരിച്ചെഴുതുമ്പം ത്വം അധികം അശിഷ്യത ശേഷിച്ചിരുന്നു. തത്രൈകസ്ത്രാമശിഷ്യത ചേർത്തെഴുതിയാണ്. തത്രൈകസ്ത്വമശിഷ്യത അർത്ഥം അന്ന് അങ്ങ് ഏകനായി ശേഷിച്ചിരുന്നു. കില അത്രേ. പരാനന്ദ അർത്ഥം പരമാനന്ദ സ്വരൂപനായി, പരമാനന്ദ സ്വരൂപനായി. പ്രകാശാത്മ അർത്ഥം പ്രകാശ സ്വരൂപനായി. ഈ ശ്ലോകത്തിൻ്റെ മൊത്തം അർത്ഥം ഞാൻ പറഞ്ഞു തരാം. പണ്ട് പ്രാകൃത പ്രളയകാലത്ത്, പ്രാകൃത പ്രളയം നാരായണീയം ക്ലാസ് കേൾക്കുന്നവർക്ക് അറിയാമല്ലോ, സാക്ഷാൽ വിഷ്ണു ലോകത്തെയും കൈലാസത്തെയും ബ്രഹ്മാവിൻ്റെ സത്യലോകത്തെയും വരെ ഇല്ലാതാക്കുന്ന പ്രളയമാണ് മഹാപ്രളയം. ആ മഹാപ്രളയത്തിലും നിലനിൽക്കുന്നത് ധ്രുവലോകമാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ പണ്ട് പ്രാകൃത പ്രളയകാലത്ത് ഇന്ന് ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചം രണ്ട് തരത്തിലുണ്ട്. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു പ്രപഞ്ചം, അതിനെ സ്ഥൂല പ്രപഞ്ചം. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പ്രപഞ്ചം, അതിനെ സൂക്ഷ്മ പ്രപഞ്ചം. അപ്പോൾ പണ്ട് മഹാപ്രളയം കഴിഞ്ഞപ്പോൾ ഇവിടെ സ്ഥൂല പ്രപഞ്ചവും ഇല്ലായിരുന്നു, സൂക്ഷ്മ പ്രപഞ്ചവും ഇല്ലായിരുന്നു. കാരണം സത്വ രജോ തമോ ഗുണങ്ങൾ ഒരേപോലെ മായയിൽ ലയിച്ചു ചേർന്നു. ഇപ്പം സത്വഗുണം 50% ഉണ്ടെങ്കിൽ രജോ ഗുണവും 50%, തമോ ഗുണവും 50%. അപ്പോൾ ഒരേപോലെ മായയിൽ ലയിച്ചു ചേർന്നപ്പോൾ മായയ്ക്ക് പിന്നെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. മായയുടെ പ്രവർത്തനം കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. അപ്പോൾ യാതൊരു വികാരവും വരുന്നില്ല. സത്വഗുണ വിചാരവും വരുന്നില്ല, രജോ ഗുണ വിചാരവും വരുന്നില്ല, തമോ ഗുണ വികാരവും വരുന്നില്ല. കാരണം അവ തുല്യമായി ലയിച്ചു. അങ്ങനെ മായ മറ്റു ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ വന്ന് ലയിച്ചു. അന്ന് പ്രപഞ്ചമില്ലാതായ സമയത്ത് മായയും കൂടെ ഭഗവാനിൽ ലയിച്ചതോടുകൂടി പിന്നെ, കാരണം മായ ഉണ്ടെങ്കിലാണ് മരണവും ജനനവും ഒക്കെ വരുന്നത്. അപ്പം മായയും കൂടെ ലയിച്ചതോടുകൂടി മരണമോ മരണമില്ലായ്മയോ മോക്ഷമോ ഉണ്ടായില്ല, പകലില്ല രാത്രിയും ഉണ്ടായില്ല. അവശേഷിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏകനായി പരമാനന്ദ സ്വരൂപനായി പ്രകാശ സ്വരൂപത്തോടെ ഇവിടെ അവശേഷിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രാകൃത പ്രളയകാലം, പ്രാകൃത പ്രളയകാലത്ത് സർവ്വതും നശിച്ചു കഴിഞ്ഞ് ഇവിടെ സ്ഥൂല പ്രപഞ്ചവുമില്ല, സൂക്ഷ്മ പ്രപഞ്ചവുമില്ല. പ്രപഞ്ചം രണ്ട് തരം, കണ്ണുകൊണ്ട് കാണാകുന്നതും കാണാൻ പറ്റാത്തതും. പ്രപഞ്ചമില്ലാത്തതിൻ്റെ കാരണം സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരുപോലെ ലയിച്ചു. ഒരുപോലെ വന്ന് മായയിൽ ലയിച്ചതുകൊണ്ടാണ്. ഒരേപോലെ ലയിച്ചാൽ പിന്നെ മായയ്ക്ക് യാതൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. അത് ഞാൻ വരികളെടുക്കുമ്പോൾ വിശദമായി പറഞ്ഞു തരാം. അതോടുകൂടി പ്രപഞ്ചമില്ലാതായി. മായ വേറെ ജോലി ഒന്നും ചെയ്യാനില്ല തനിക്ക്. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ലയിച്ചു. അതോടുകൂടി അന്ന് പകലില്ല, രാത്രിയില്ല, ജനനമില്ല, മരണമില്ല,
മോക്ഷമില്ല. മനസ്സിലായില്ലേ? പ്രപഞ്ചമില്ല, ജനനമില്ല, മരണമില്ല, മോക്ഷമില്ല, യാതൊന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥ. ആ അവസ്ഥയിൽ പോലും ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രകാശാനന്ദ സ്വരൂപനായും ആനന്ദ സ്വരൂപനായും ശേഷിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം, ഒന്നാമത്തെ വരിയിലേക്ക് കടക്കാം. വ്യക്ത അവ്യക്തമിതം ന കിഞ്ചിദഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ. വ്യക്ത അവ്യക്തമിതം, അതായത് സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ പ്രപഞ്ചം, അതിനെയാണ് ആദ്യത്തെ വരിയിൽ വ്യക്ത അവ്യക്ത മിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ ഈ പ്രപഞ്ചം ന കിഞ്ചിദഭവത്ത്, അല്പം പോലും ഉണ്ടായിരുന്നില്ല. പ്രാക് പണ്ട്, പ്രാകൃത പ്രക്ഷയെ പ്രാകൃത പ്രളയത്തിൽ. അതായത് ഒന്നാമത്തെ വരിയുടെ അർത്ഥം ആദ്യം ഞാൻ പറഞ്ഞു തരാം. സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ പ്രപഞ്ചം, നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം പണ്ട് ഉണ്ടായിരുന്നില്ല. ഇതാണ് പ്രാകൃത പ്രളയത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ലോകം എങ്ങനെ ഉണ്ടായി, എന്നാണ് ഉണ്ടായത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ കണ്ണുകൊണ്ട് എന്തൊക്കെ കാണുന്നുവോ അത് മുഴുവനും ഒരു കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ഏതോ ഒരു പ്രാകൃത പ്രളയത്തിൽ വൈകുണ്ഠവും കൈലാസവും ബ്രഹ്മാവിൻ്റെ സ്ഥലവും ഉൾപ്പെടെ സകലതും നശിച്ചുപോയി എന്ന് മാത്രവുമല്ല, നക്ഷത്രം നശിച്ചുപോയി, സൂര്യചന്ദ്രന്മാരുടെ മണ്ഡലങ്ങളെല്ലാം നശിച്ചുപോയി, പർവ്വതങ്ങളില്ലായിരുന്നു, പിന്നെ നദികളില്ലായിരുന്നു, യാതൊന്നുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് വായുവും ഇല്ലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഒരിക്കൽ ഉണ്ടായിരുന്നു. അങ്ങനെ സർവത്ര ശൂന്യമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. അപ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായതുപോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഇതാണ്. നിങ്ങൾ ഇന്ന് കണ്ണുകൊണ്ട് എന്തൊക്കെ കാണുന്നുവോ, പിന്നെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതായി പുരാണങ്ങളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വായിക്കുന്നുവോ, അതെല്ലാം മഹാപ്രളയത്തിൽ ഇല്ലാതായി. അതായത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന സ്ഥൂല പ്രപഞ്ചം, പിന്നെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ പ്രപഞ്ചം, ആ സൂക്ഷ്മ പ്രപഞ്ചത്തിലാണ് വൈകുണ്ഠവും കൈലാസവും മറ്റുമെല്ലാം വരുന്നത്. അപ്പം നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ പ്രപഞ്ചവും അതേ കണക്ക് നദികളും സമുദ്രങ്ങളും പർവ്വതങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും വായുവും സകലതും, പിന്നെ സൂക്ഷ്മ പ്രപഞ്ചത്തിലായിട്ടുള്ള കൈലാസവും ബ്രഹ്മാവിൻ്റെ സത്യലോകവും മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠവും സർവ്വതും മഹാപ്രളയത്തിൽ ഇല്ലാതായി. അങ്ങനെ ഇവിടെ ഒരു വലിയ ശൂന്യത മാത്രം വ്യാപിച്ചു. സകലതും ഒന്നുമില്ല, പ്രളയജലം മാത്രം ഇങ്ങനെ അവശേഷിക്കുന്നു, വേറെ യാതൊന്നുമില്ല, സർവത്ര ശൂന്യത. ഇതാണ് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത്തെ വരി പഠിക്കാം. അത് ശ്രദ്ധിച്ചു കേട്ടോണം, അപ്പോഴേ ശ്ലോകം പിടികിട്ടു. മായായാം ഗുണസാമ്യ രുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം. മായായാം, മായയുടെ ഗുണസാമ്യ, ഗുണങ്ങൾ തുല്യമായതിനാൽ, ഗുണസാമ്യ എന്ന് പറഞ്ഞാൽ മായയുടെ ഗുണങ്ങൾ, ശരിക്കും ഗുണസാമ്യയുടെ അർത്ഥം ഗുണങ്ങൾ തുല്യമായതിനാൽ, രുദ്ധ തടയപ്പെട്ടു, വികൃതവും വികാരത്താൽ, ത്വയ്യ അങ്ങയിൽ, ഗതായാം പ്രാപിച്ചതായി തീർന്നപ്പോൾ, ലയം ലയത്തെ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ മായ എന്ന് പറയുന്നതിന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ
ഈ മായയിലാണ് ഏതുണ്ടാകുന്നത്? സർവവിധ പ്രപഞ്ചങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് മായയാണ്. ഈ മായയ്ക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇതിൽ ഏതെങ്കിലും ഒരു ഗുണം കൂടിയിരിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളണം. സത്വഗുണം 40%, അത് കഴിയുമ്പോൾ രജോ ഗുണം 30%, അത് കഴിഞ്ഞിട്ട് തമോ ഗുണം 30%. ഇങ്ങനെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരേ അളവിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു പോയാൽ മായയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മായ എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു ഗുണം കൂടിയിട്ട്, ഇപ്പം രജോ ഗുണം കൂടുന്നു അല്ലെങ്കിൽ തമോ ഗുണം കൂടിയിട്ട് ആ ഗുണത്തിൻ്റെ ബലത്തിലാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പം സൃഷ്ടി നടത്തണമെങ്കിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരേ അളവിൽ വരാൻ പാടില്ല. എന്നാൽ മഹാപ്രളയകാലത്ത് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരേ അളവിൽ വന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് സത്വഗുണം 50% എങ്കിൽ രജോ ഗുണവും 50%, തമോ ഗുണവും 50%. അപ്പം മായയുടെ വെടി തീർന്നു. മായയ്ക്ക് നിലനിൽക്കണമെങ്കിൽ സത്വഗുണം 50% ആയാൽ രജോ ഗുണം 60% വരണം, തമോ ഗുണം 70% വരണം. അങ്ങനെ ഗുണവ്യത്യാസം വരണം. എന്നാൽ ഗുണങ്ങളിൽ വ്യത്യാസം വരാതെ ഈ 3 ഗുണങ്ങളും സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരേ അളവിൽ നിന്നതുകൊണ്ട് തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പ്രപഞ്ചം സൃഷ്ടിക്കാൻ പറ്റുന്നില്ല, ആളുകളെ മായയിൽ കുരുക്കാൻ പറ്റുന്നില്ല. അതോടുകൂടി മായ തനിക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ആരിൽ ചെന്നങ്ങ് ലയിച്ചു? ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ചെന്ന് ലയിച്ചു ചേർന്നു എന്നാണ് 2ാമത്തെ വരി പറയുന്നത്. ഇനി നമുക്ക് 3ാമത്തെ വരിയിലേക്ക് കടക്കാം. നോ മൃത്യുച്ച തദാമൃതം ച സമഭൂന്ന. കണ്ടില്ലേ? ഭൂന്നാന്നോ ന രാത്രേ സ്ഥിതി. നോ മൃത്യുച്ച മരണമോ, തദാമൃതം ച അതുപോലെ മോക്ഷമോ, ന സമഭൂത് സംഭവിച്ചില്ല, നാന്നോ പകലില്ല, ന രാത്രേ സ്ഥിതി രാത്രിയും സ്ഥിതി ചെയ്യുന്നില്ല. അതായത് 3ാമത്തെ വരി പറയുന്നത് മഹാപ്രളയകാലം വന്നപ്പോൾ മരണമില്ലാതായി തീർന്നു, ജനനമില്ലാതായി തീർന്നു, മോക്ഷമില്ലാതായി തീർന്നു, പകലില്ല, രാത്രിയില്ല. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരേ അളവിൽ വരാതെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഇപ്പം സത്വഗുണം 50% വന്നാൽ തമോ ഗുണം 80%, രജോ ഗുണം 70%, അങ്ങനെ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനുള്ളൂ, സസ്യങ്ങളുള്ളൂ, മൃഗങ്ങളുള്ളൂ. മനുഷ്യനും സസ്യങ്ങളും മൃഗങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ മരണമുള്ളൂ. ഈ പ്രപഞ്ചം ഉണ്ടെങ്കിൽ, മരണം ഉണ്ടെങ്കിൽ മാത്രമേ ജനനവും ഉള്ളൂ. ഈ പ്രപഞ്ചം ഉണ്ടെങ്കിൽ മാത്രമേ ജ്യോതിർഗോളങ്ങളായ സൂര്യനുള്ളൂ, ചന്ദ്രനുള്ളൂ, രാത്രി ഉണ്ടാകൂ, പകലുണ്ടാകൂ. എന്നാൽ ഇവിടെ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് നല്ലതുപോലെ മനസ്സിലായല്ലോ. മഹാപ്രളയം കഴിഞ്ഞു. മഹാപ്രളയം കഴിഞ്ഞതോടുകൂടി പിന്നെ പ്രപഞ്ചമില്ലാതായി മാറി. അതിൻ്റെ കാരണം പ്രളയം കഴിഞ്ഞപ്പോൾ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരുപോലെ വന്നു. ഒരുപോലെ വന്നാൽ സൃഷ്ടി നടത്താൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഗുണം കൂടിയും മറ്റൊരു ഗുണം കുറഞ്ഞു ഇരുന്നാലേ പ്രപഞ്ചം സൃഷ്ടിക്കാൻ പറ്റൂ. പ്രപഞ്ചം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനുള്ളൂ, സസ്യങ്ങളുള്ളൂ, മൃഗങ്ങളുള്ളൂ. അവരുണ്ടെങ്കിൽ മാത്രമേ ജനനമുള്ളൂ, മരണമുള്ളൂ, മോക്ഷമുള്ളൂ. അതേ കണക്ക് തന്നെ പ്രപഞ്ചം ഉണ്ടെങ്കിലേ ജ്യോതിർഗോളങ്ങളായ സൂര്യനുള്ളൂ, ചന്ദ്രനുള്ളൂ. സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ മാത്രമല്ലേ രാത്രി ഉണ്ടാകൂ, പകലുണ്ടാകൂ. ഇവിടെ കവി പറയുന്നു, പ്രളയത്തിന് ശേഷം പ്രപഞ്ചമില്ല,
മനുഷ്യനില്ല, മൃഗങ്ങളില്ല, സസ്യങ്ങളില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, ആരുമില്ല. കാരണം സത്വഗുണം 50%, രജോ ഗുണവും 50%, തമോ ഗുണവും 50%. 3 ഗുണങ്ങൾ ഒരേ കണക്ക് വന്നാൽ സൃഷ്ടി നിന്നുപോകും. അപ്പം മായയ്ക്കൊന്നും ചെയ്യാനില്ല. മായ ഓടിപ്പോയി ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഈ പ്രപഞ്ചമൊന്നുമില്ലാതെ അവശേഷിച്ചത് ഒരു കൊടും ശൂന്യത മാത്രം. ഇനി നമുക്ക് അവസാനത്തെ വരിയിലേക്ക് വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? തത്രൈകസ്ത്വമശിഷ്യത കില പരാനന്ദ പ്രകാശാത്മന. തത്രൈക അന്ന് ഏകനായി അങ്ങ്, ത്വം അശിഷ്യത അതാണ് കൂട്ടിച്ചേർക്കുമ്പം സ്ത്വം അശിഷ്യത അവശേഷിച്ചിരുന്നു. അന്ന് അങ്ങ് ഏകനായി അവശേഷിച്ചിരുന്നു. കില അത്രേ പരാനന്ദ പരമാനന്ദ സ്വരൂപനായി, പ്രകാശാത്മ പ്രകാശസ്വരൂപനായി. ഈ വരിയുടെ 4ാമത്തെ വരിയുടെ അർത്ഥം അന്നും അങ്ങ് ഏകനായി പരമാനന്ദ സ്വരൂപനായി പ്രകാശാത്മസ്വരൂപനായി അവശേഷിച്ചിരുന്നു. അതായത് ഞാൻ പറഞ്ഞു തരാം, മഹാപ്രാകൃത പ്രളയം. ആ പ്രളയത്തിൽ സർവ്വതുമില്ലാതായി തീരുന്നു. സർവ്വതുമില്ലാതായി. സ്ഥൂല പ്രപഞ്ചമില്ലാതായി, സൂക്ഷ്മ പ്രപഞ്ചമില്ലാതായി. സൂക്ഷ്മ പ്രപഞ്ചമില്ലാതായതോടുകൂടി വൈകുണ്ഠമില്ല, കൈലാസമില്ല, ബ്രഹ്മലോകങ്ങളില്ല, ഭൂമിയില്ല, മനുഷ്യനില്ല, സസ്യങ്ങളില്ല, മൃഗങ്ങളില്ല, പർവ്വതങ്ങളില്ല, നദികളില്ല, ചന്ദ്രനില്ല, സൂര്യനില്ല, മരണമില്ല, ജനനമില്ല, രാത്രിയില്ല, പകലില്ല. സർവ്വതും ഇല്ലാതായി തീർന്നു. പിന്നെ അവശേഷിച്ച ഒന്നും അവശേഷിച്ചിട്ടില്ല. അത്രയും പറഞ്ഞിട്ട് പറയുകയാണ്, ആ അവസ്ഥയിൽ ഒരാൾ മാത്രം അവശേഷിച്ചു. ഈ ലോകം മുഴുവനും ഇല്ലാതായി പ്രളയത്തിൽ. സർവ്വതും ഇല്ലാതായപ്പോഴും ഒരാൾ മാത്രം എന്ത് ചെയ്തു? അവശേഷിച്ചു. അത് മറ്റാരുമല്ല, നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ ഭട്ടതിരിപ്പാട് ലാസ്റ്റ് കൊണ്ടിട്ട് ഉഗ്രൻ വെടിപൊട്ടിക്കുകയാണ്. ഭട്ടതിരിപ്പാട് പറയുകയാണ്, പ്രളയം കഴിഞ്ഞു. പ്രളയം കഴിഞ്ഞതോടുകൂടി സർവനാശം, സർവനാശം, സർവനാശം. ഈ പ്രപഞ്ചം നശിച്ചു. സ്ഥൂല പ്രപഞ്ചം നശിച്ചു, സൂക്ഷ്മ പ്രപഞ്ചം നശിച്ചു. അതോടെ കൈലാസം തീർന്നു, വൈകുണ്ഠം തീർന്നു, ബ്രഹ്മാവിൻ്റെ സത്യലോകം തീർന്നു. നക്ഷത്രങ്ങൾ ഇല്ലാതായി, സൂര്യൻ ഇല്ലാതായി, ചന്ദ്രൻ ഇല്ലാതായി, ഭൂമി ഇല്ലാതായി, കടലില്ല, പർവ്വതമില്ല, മനുഷ്യനില്ല, മൃഗമില്ല, സസ്യമില്ല, ജനനമില്ല, മരണമില്ല, രാത്രിയില്ല, പകലുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. കൊടും ശൂന്യത, കൊടും ശൂന്യത, കൊടും ശൂന്യത. പക്ഷേ ആ ശൂന്യതയിലും ഒരാൾ തിളങ്ങിക്കിടക്കുന്നു. അസാമാന്യമായ പ്രകാശത്തോടുകൂടി പരമാനന്ദ സ്വരൂപനായി കിടക്കുന്നു. സർവ്വതും നശിച്ചപ്പോഴും ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ആനന്ദ സ്വരൂപനായ ജലാശയത്തിൽ അങ്ങനെ കിടക്കുകയാണ്. എന്തൊരു പ്രകാശം, എന്തൊരു പ്രകാശം. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഈ പ്രപഞ്ചം മുഴുവനും നശിച്ചു കഴിഞ്ഞു. ഒന്നും അവശേഷിക്കാതായപ്പോഴും ആ പ്രളയത്തിൻ്റെ പുറത്ത് പരമാനന്ദ സ്വരൂപനായി പ്രകാശരൂപനായി കടന്ന ഞങ്ങളുടെ ഗുരുവായൂരപ്പ, ഞങ്ങളുടെ ശ്രീകൃഷ്ണ, ഞങ്ങളുടെ പൊന്ന് ശ്രീകൃഷ്ണ, അങ്ങേ ഞാൻ അഭയം പ്രാപിക്കുന്നു, അങ്ങേ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഭട്ടതിരിപ്പാടിനോടൊപ്പം രാധേ രാധേ ചാനലിൻ്റെ ഓരോ പ്രേക്ഷകരും പറയുകയാണ്, ഈ പ്രപഞ്ചം മുഴുവനും നശിച്ചപ്പോഴും ഈ ബ്രഹ്മാവും ഇല്ലാതായി, മഹാവിഷ്ണുവും തീർന്നു, കൈലാസത്തിലെ എല്ലാം തീർന്നു. സകലരും ബ്രഹ്മാവും ബ്രഹ്മലോകവും വിഷ്ണുവും വിഷ്ണുലോകവും ശിവനും കൈലാസലോകവും സൂര്യനും ചന്ദ്രനും സർവ്വതും 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 തീർന്നു. രാത്രിയില്ല, പകലില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. അപ്പോഴും ആ ജലത്തിൽ അവശേഷിച്ച ആ പരമാനന്ദ സ്വരൂപ,
അസാമാന്യമായ പ്രകാശമുള്ളവനെ, ഞങ്ങളുടെ ഗുരുവായൂരപ്പ, ഞങ്ങളുടെ ഗുരുവായൂരപ്പ, പട്ടതിരിപ്പാടിനോടൊപ്പം ഞങ്ങളും പ്രളയത്തിൽ ഏകനായി അവശേഷിച്ച പരമാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണ, ഞങ്ങളുടെ ഗുരുവായൂരപ്പ, ഞങ്ങളുടെ പൊന്നു ഗുരുവായൂരപ്പ, ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കുന്നു, ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കുന്നു, ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കുന്നു. കാത്തുകൊള്ളണേ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ, കാത്തുകൊള്ളണേ ഗുരുവായൂരപ്പ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.